നമ്മൾ 2.5 കിലോമീറ്റർ നടന്ന് കഷ്ടപ്പെട്ട് വന്നിട്ട് നമ്മൾ കാണാൻ പോകുന്ന വ്യൂ ഇതാ. വ്യൂ കാണിക്കും. ഇതുപോലെ ഭയങ്കര കെയറിങ് ഏട്ടായകളുണ്ടെങ്കിൽ നിങ്ങൾ ആരും ഒരിക്കലും അവരെ കൂട്ടിട്ട് ഇങ്ങോട്ട് വരരുത്. പടർന്നെന്നോ പറയാം. എന്റെ ഇൻട്രോവേർട്ട് കൊച്ചിന് പടർന്നിരിക്കുന്നു. നോക്കിക്കല്ലേ ഇതൊക്കെ എന്നെ കട്ട് ചെയ്ത് മറ്റേ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയ വീഡിയോ ഇടാൻ പോവാണ്. ഇന്ന് പോകാൻ പോണത് ലയൺസ് ഹെഡിലേക്കാണ്. നമ്മളൊരു 8 മണിക്ക് പ്ലാൻ ചെയ്തതാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങണം. 3 മണിക്കൂർ ട്രാവൽ ഉണ്ട് കിച്ചണറിൽ നിന്ന്. 3 മണിക്കൂർ 2.25 മണിക്കൂർ. പക്ഷേ 8 മണിക്ക് ഇറങ്ങിയില്ല. 9 മണിയായി ഇറങ്ങിയപ്പോൾ. നമ്മൾ കുറച്ചൊരു 3/4 മണിക്കൂർ പോകുന്നു. ഇവിടെ സൈഡിൽ കുതിരേനെ കണ്ടപ്പോൾ കുതിരേനെ കാണാനായിട്ട് നിർത്തിയതാണ്. കൺട്രി സൈഡ് ആയതുകൊണ്ട് ഇഷ്ടംപോലെ കുതിര ഫാമുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ കാണാനായിട്ട് ഇവിടെ നിർത്തി. അവിടെ എല്ലാവരും നിൽക്കുന്നുണ്ട്. അവിടെ ഫോട്ടോ ഷൂട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോണു. പിന്നെ ഒരു 2.25 മണിക്കൂർ കൂടെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ലയൺസ് ഹെഡിലെത്തും. അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം. ചായ കുടിക്കാനായിട്ട് ടിം ഹോട്ടൽസിൽ നിർത്തിയേക്കുക. അപ്പോൾ നല്ല ക്യൂ ഉണ്ട്. എനിക്ക് ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് എനിക്ക് ആരെയും നോക്കിയാലും ചിരി. ഇന്നത്തെ ട്രിപ്പിനെ പറ്റി ഫാസിലേറ്റരോട് 2 വാക്ക് സംസാരിക്കാൻ പറയാം. രണ്ടുപേർ സെയിം കളർ ഷർട്ടൊക്കെ ഇട്ട്, ഷർട്ടല്ല ബനിയനിട്ട് സ്വിമ്മിങ് ആയി വന്നിട്ടുണ്ട്. മിസ്റ്റർ രാഹുൽ ആൻഡ് മിസ്റ്റർ ബേസിൽ. 2 മിനിറ്റിനുള്ളിൽ നമ്മൾ ലയൺസ് ഹെഡ് എത്തുന്നതാണ്. നമ്മൾ ആ വഴിയിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. ഇവിടെയൊക്കെ മറ്റേ റിസോർട്ട് സെറ്റപ്പ്. ഇവിടെയൊക്കെ ഒരു വീട് മേടിച്ചിട്ടാ. അങ്ങനെ ലയൺസ് ഹെഡിൽ എത്തി. പക്ഷെ ട്രയലിന്റെ അവിടെ പാർക്കിംഗ് നമ്മൾ നേരത്തെ റിസർവ് ചെയ്യണം. അപ്പം ഇനി ആരെങ്കിലും പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പാർക്കിംഗ് നേരത്തെ റിസർവ് ചെയ്തിട്ട് പോവാം. ഇതിപ്പോൾ അവിടെ നിന്ന് ഒരു കുറച്ച് മാറിയിട്ട് ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു. അതിൻ്റെ ടിക്കറ്റ് നമ്മൾ എടുക്കണം. അപ്പോൾ ടിക്കറ്റ് എടുക്കാനായിട്ട് അങ്ങോട്ട് പോവാണ്. ഇവിടെ നിന്ന് ഇത്തിരി ദൂരം ഉള്ളതുകൊണ്ട് നമുക്ക് ഫ്രീ ഷട്ടിൽ ബസ് ഉണ്ട്. നമ്മൾ ഇതിനകത്ത് കയറിയിട്ടാണ് നമ്മൾ അവിടേക്ക് പോണേ. അപ്പോൾ ഇതിലിപ്പോൾ ആൾക്കാരെ ഇറങ്ങി നമ്മൾ ഇതിനകത്ത് കയറി അവിടെ ചെല്ലുന്നതാണ്. ലിന്നിനെ വിളിക്കില്ല. ഹായ്. രമേഷ് ആൻഡ് സുരേഷ് ഇങ്ങോട്ട് നോക്കൂ. രണ്ടുപേരും ഇങ്ങോട്ട്. ഷട്ടിൽ സർവീസ് ഇവിടെ ഇറങ്ങിയിട്ട് ഈ കാണുന്നതാണ് പിന്നെ ചിരിപ്പിക്കുന്നു. പറയട്ടെ. അപ്പോൾ ഇതതിൻ്റെ എൻട്രൻസ് ആണ്. പോയി നോക്കാം.
ഞാൻ ഇവിടെ ഒരു തവണ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഐ ആം നോട്ട് ദാറ്റ് എക്സൈറ്റഡ്. ചേച്ചി ബോധമില്ലാതെ ഗോകുൽ എന്തൊക്കെയോ കിടന്ന് കാണിക്കുന്നു. ഒരു ചേച്ചി ഓടി വന്നുണ്ട്. ഹൈക്കിങ്ങിനായി 3 കിലോ ഭാരമുള്ള ബാഗും തൂക്കി ബേസിലിതാ മല കയറാൻ പോവുകയാണ്. ഇവിടെ പാമ്പുണ്ടാവുന്ന പറയണേ, പോയി നോക്കാം പാമ്പിനെ കാണോ ഇല്ലയോ. ഭാഗ്യം ഉണ്ടെങ്കിൽ പാമ്പിനെ കാണാൻ പറ്റുന്നതാണ്. രണ്ട് കിലോമീറ്റർ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ലുക്ക് ഔട്ടിൽ എത്തുന്നതാണ്. അവിടെ വരെ 2 കിലോമീറ്റർ കൊണ്ട് നടക്കുവാണോ? വളരെ കുറച്ച് ദൂരം നമ്മൾ നടന്നോളൂ, അപ്പോഴത്തേക്ക് ഇവരെ കാണാൻ ഏറ്റവും ലാസ്റ്റ് ആരെ വെറുതെ കണ്ടാൽ മനസ്സിലാവും ആരാണ് അണച്ചത്. ഞാൻ അണച്ചോളാം. അപ്പൊ വളരെ ഈസി ആയിട്ടുള്ള ട്രയൽ ആയത് കാരണം ഒട്ടും മടക്കില്ല നമ്മൾ. ബംഗാളി പോകുന്നു നമുക്ക് വേണ്ടിട്ട് അവര് നിക്കണത്. റിസ്കി ആയിട്ടുള്ള ഷോട്ടാണ് കാണാൻ. അവരെന്തായാലും വരാൻ നല്ല ടൈം എടുക്കും. അതുകൊണ്ട് പോയിട്ട് വരാമെന്ന് എനിക്ക് തോന്നുന്നു. 12 meters എന്ന് പറഞ്ഞാൽ എത്രയുണ്ട്? 600 meters. 12 meters പറഞ്ഞാൽ സാരമുള്ളൂ. പോയിട്ട് വരാം. 12 meters എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്നവർക്കാണെങ്കിൽ തടി അനങ്ങാണ്ട് കുറച്ച് നാള് കേറുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടയ്ക്കും. ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോ ബോഡിയൊക്കെ സെറ്റ് ആയിരുന്നു, പക്ഷെ പെട്ടെന്ന് അടച്ചു പോയി. രാവിലെ ഷർട്ട് നമ്മളിനി കാണാനായിട്ട് പോകുന്നത്. രാവിലെ നേരിതാ കുളിച്ച് ആകെ അവശനായി നിൽക്കുന്നു. കണ്ണടയൊക്കെ വെച്ച് ഭയങ്കര ലുക്കായിട്ട് വെക്കുമ്പോഴേ ആളുള്ളിൽ തളർന്ന് അങ്ങോട്ട് പോയിരിക്കണം. അന്തർമുഖൻ എന്താണ് ഇത്രയും കേറി വന്നതിന്റെ അഭിപ്രായം? ഗൗരവോ ഇതന്നെ ചെവിയില് പൂക്കെ വെച്ചേക്കുന്നേ? ചെമ്പരത്തിയല്ല. നമ്മളീ പോണ വഴിക്ക് ഒരു പോത്ത് ഹോൾ, ഒരു സൈഡ് ട്രെയിൽ ഉണ്ട്. അപ്പൊ ഇതെന്ന് പറയണ ഐസേജിന്റെ സമയത്ത് 12,000 years ago ഫോം ചെയ്തൊരു സാധനമാണ്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ കൂടെ കയറാൻ പറ്റൂ? എനിക്ക് എന്റെ ഫോട്ടോ എടുത്താട്ട്. നമ്മൾ ഇതിന്റെ ഉള്ളിൽ കൂടെ കേറാമോ? മാറ്, ഞാൻ കേറാം. മാറ്. കേറണ്ടകത്ത് കയറുന്ന മതി, അവൻ ഫോട്ടോ എടുത്ത് തരുമെന്ന്. ഇത്രേ ഉള്ളൂ. ഇതിന്റെ ഉള്ളിലൊരു ഇതിന്റെ മേളിൽ കൂടെ പിടച്ച് കേറുന്നവർക്ക് പിടച്ച് കയറാം, പക്ഷെ എന്നെ കൊണ്ട് സാധിക്കില്ല. ഓ, ഇവിടെ ഈ വെള്ളമൊക്കെ ഉണ്ട്, വെള്ളമൊക്കെ ഒഴുകി വരുന്ന ഒരു ഏരിയ തോന്നുന്നു. ഇതുവഴി എന്നിട്ട് ഇങ്ങനെ ആ മേളില് തങ്കം നിൽക്കുന്നുണ്ട്. ഹായ് പറ, ഹായ് പറ.
നമ്മൾ 2.5 കിലോമീറ്റർ നടന്ന് കഷ്ടപ്പെട്ട് വന്നിട്ട് നമ്മൾ കാണാൻ പോകുന്ന വ്യൂ ഇതാ. വ്യൂ കാണിക്കും. അത്രയും കഷ്ടപ്പെട്ട് വന്നിട്ട് ഈ ഒരു വ്യൂ നമ്മൾ ഒട്ടും അത് ആ കഷ്ടപ്പെട്ടതിന് ഉള്ള അതിനെന്താ വാക്കെന്താ പറയാ, കഷ്ടപ്പെട്ടതിന് വർത്തിട്ടാണ് ഈ വ്യൂ എന്നുള്ളത്. ഇവിടെ നമുക്ക് കയാക്കിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും, ബോട്ടിൽ പോവാം. അതൊക്കെ നമുക്ക് താഴെ ലൈൻ സൈഡ് ബീച്ച് ഉണ്ട്, അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. Yo me quiero ir a aventar, güey. Marica, me hacía que te acerques. ¿Qué más? Bebé, quítate porque quiero la foto. Ay, me baña la foto. സ്വിച്ച് ഓഫ് ആക്കി വെച്ചിട്ട് 4 ശതമാനം കുറഞ്ഞു. ഫോട്ടോ iPhone for you guys. ഫോണിന്റെ തന്നെ. ഇതുപോലെ ഭയങ്കര കെയറിങ് ഏട്ടായകളുണ്ടെങ്കിൽ നിങ്ങൾ ആരും ഒരിക്കലും അവരെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരരുത്. നിങ്ങൾ ഒരു സ്ഥലത്തേക്കും വിടില്ല. വരികയാണെങ്കിൽ സോളോ ട്രിപ്പ് തന്നെ. നിങ്ങൾ പൊക്കത്തും കയറാൻ പറ്റില്ല, എവിടെയും കയറാൻ പറ്റില്ല. അതുകൊണ്ട് സോളോ ട്രിപ്പ് വരുന്ന എയർലിഫ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാം, 911 എക്സ്പീരിയൻസ് ചെയ്യാം, സ്കൈ ഡൈവ്, ബംഗി ജമ്പിങ് എല്ലാം ഒരുമിച്ച് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഫ്രീ ഫാൾ മെയിൻ ഐറ്റം ആണ് അതിന്റെ. താഴേട്ട് അങ്ങനെ പൊക്കൊണ്ടേയിരിക്കും. ഞാൻ ഇവിടെ വന്നിട്ട് എന്നോട് എൻ്റെ എക്സ്പീരിയൻസ് പറയാനാ പറഞ്ഞത്. എനിക്ക് പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായില്ല. എന്നെ ഒരു സ്ഥലത്തും കയറ്റില്ല. ഒരു ഫോട്ടോ എടുക്കാൻ പോലും എന്നെ സമ്മതിച്ചില്ല. അത്രയ്ക്ക് ട്രാജഡി ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ ഞാൻ ഏറ്റവും എഡ്ജിലല്ലേ നീ ഇരുന്നേ, പിന്നെ നീ എവിടെ ഇരിക്കണേ? താഴത്തോട്ട് ചാടി ഇറങ്ങിയിരിക്കണം. ഏറ്റവും കൂടുതൽ എന്നെ ചീത്ത പറഞ്ഞതും അലമ്പാക്കിയത് ഇവനാണ്. ഞാൻ എന്താ പറഞ്ഞത്? ഇതാണ് ബാസിലടുത്ത നാണത്തിക്കുല പുരുഷൻ. അവരും പറക്കട്ടോ, അവരും ചാടിട്ടോ. ലൈൻ സെഡ് വ്യൂ പോയിന്റിൽ നിന്ന് നമ്മൾ കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കീ ഹോൾ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ ഈ കീ ഹോൾ എന്ന് പറയുന്നത് പണ്ട് 1000 years ബാക്ക് ഒരു ഇറോഷൻ ഉണ്ടായി. അപ്പോൾ അതിൽ വന്ന ഒരു ഹോളാണിത്. പക്ഷേ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു വ്യൂ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമ്മള് പോയിന്റും കീ ഹോൾ എല്ലാം കണ്ട് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. ഏകദേശം 4.5 കിലോമീറ്റർ നമ്മൾ തിരിച്ചു നടക്കുക. എല്ലാവരുടെയും ബിന്നിയുടെ ഫേസ് ഒക്കെ കാണിച്ചൊക്കെ ബിന്നൊക്കെ തിരിച്ചു നിൽക്കണം. പക്ഷെ ഉള്ളിൽ കരയാണ് അവള്. എല്ലാവരുടെയും കുഞ്ഞിയൊക്കെ അവിടെ കരഞ്ഞ് ആകെ സീനാക്കി. സ്പീഡിൽ നടന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാടാണ്. പയ്യെ നടന്നു പോയി കഴിഞ്ഞാൽ സീനില്ല. ഓക്കെ, പതുക്കെ പൊക്കളാൻ പറഞ്ഞു. അപ്പൊ അയ്യോ എന്നെ വീഡിയോ എടുക്കില്ലേ? അപ്പൊ കേൾക്കൂലേ? പറഞ്ഞിട്ടൊക്കെ എടുക്കണ്ടേ? ഞാൻ എനർജി എടുക്കൂല. ഹലോ ഗൈസ്, കളർന്ന് തിരിയുന്ന എന്നെ എടുത്തിരിക്കും ഗൈസ്. ഇങ്ങനെയൊന്നും അല്ല, നല്ല എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു ഹൈക്കിംഗ് ആണ്. ശ്രദ്ധ തിരിഞ്ഞു ഞാൻ ഇപ്പൊ വീടാൻ പോയത്. ഇതുപോലെ നിങ്ങൾ ആരും അഡ്വഞ്ചറസ് കോലം കണ്ടാൽ മനസ്സിലാവും നമ്മുടെ അവസ്ഥ എന്താന്ന്. നമ്മൾ അങ്ങോട്ട് എത്ര മണിക്കാണ് പോയേ? 1:30യോ? 1 മണിക്ക് 1:30 ആയപ്പോഴത്തേക്കും നമ്മൾ പോയി. 1.25 മണിക്കൂർ കൊണ്ട് നമ്മൾ അവിടെ എത്തി. 2.5 കിലോമീറ്റർ പോയിട്ട്. പക്ഷെ നമ്മൾ അത് കഴിഞ്ഞിട്ട് നടന്നു ഒരു 3.5 കിലോമീറ്റർ ഉണ്ടാവും. ഇങ്ങോട്ട് വീണ്ടും 3.5 കിലോമീറ്റർ നടന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് എത്ര മണി? 5 മണിയോ? 5:30 ആയിട്ടുണ്ട്. അതെ, സംഭവം അവസാനം ഇവിടെ എത്തിപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഹൈക്കിങ് കഴിഞ്ഞു, സന്തോഷമായി, സമാധാനം.
ഉറക്കെ പറയുന്നത് നമ്മൾ ഹൈക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാനായിട്ട് വന്നേക്കുക. ഇവിടെ അടുത്തൊന്നും ഒറ്റ ഫുഡ് റെസ്റ്റോറൻറ്റ് ഇല്ല. ഉള്ളത് തന്നെ അലമ്പായിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണ്. നമ്മുടെ ഇവിടെ അടുത്ത റെസ്റ്റോറൻറ്റിലാണ് വന്നേക്കണേ. ഇവിടുത്തെ സർവീസ് എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. അങ്ങനെ പറയണ കൊള്ളത്തില്ല എന്നറിയാം, പക്ഷെ അത് പറയാണ്ടിരിക്കാൻ വയ്യ. സർവീസ് ഭയങ്കര മോശമായിരുന്നു. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരിക. ഫുഡ് പറഞ്ഞിട്ടുണ്ട് ഒരു ഹാഫ് അവറെങ്കിലും ആയിട്ടുണ്ടാവും ഇതൊരു ഫുഡ് കിട്ടിയിട്ടുള്ള ഇറസ്പോൺസിബിൾ പീപ്പിൾ. ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഒരു മണിയായപ്പോൾ ലയൺ സൈഡിൽ വന്നു. ഒരു 4.5 കിലോമീറ്റർ ട്രക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഹൈക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ 5:30 ആകുമ്പോഴത്തേക്ക് ഇറങ്ങി. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി. ദെൻ ഇവിടെ അടുത്ത് ലയൺ സെഡ് ബീച്ചിൽ വന്നു. ഇപ്പം ഏകദേശം ടൈം 8:15 ഇവിടെ നിന്ന് ഞങ്ങൾ പയ്യെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. തിരിച്ചൊരു 3 hours ഡ്രൈവ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ മാത്രം ബെല്ലൈക്കൺ പ്രസ് ചെയ്യും. മെച്ചപ്പെട്ട്